ലൈഫിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുള്ളത് ഞാൻ എനിമീസ് ആയിട്ട് കണ്ടിട്ടുള്ളവരല്ല, മറിച്ച് ഞാൻ ക്ലോസ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് പീപ്പിളാന്ന് കരുതിയിട്ടുള്ളവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ട് പോയിട്ടുള്ളത്. മറ്റേ തുറുപ്പുകുലാൻ സിനിമയിൽ കൊച്ചിൻ ഹനീഫ പറയില്ലേ, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില ശവങ്ങളായിരിക്കും നമ്മുടെ ശത്രുക്കളെന്ന്. അത് കറക്റ്റാ. അത് എൻ്റെ ലൈഫിൽ മാത്രമല്ല, ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ കോളേജിൽ കയറി ഒരു പകുതി ആവുന്നവരെയൊക്കെ ഈ സ്നേക്സ് എന്ന് പറയുമ്പം എനിക്ക് സാധാരണ ഈ എഴഞ്ഞു പോകുന്ന പലതരം പാമ്പുകളെ മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോളേജിൽ കയറി ഒരു ഹാഫൊക്കെ ആയപ്പം എനിക്ക് മനസ്സിലായി ഹ്യൂമൻ സ്നേക്സ് എന്നുള്ള സംഭവം എന്താണെന്നുള്ള റിയലൈസേഷൻ എനിക്ക് അപ്പോഴാണ് വന്നത്. ആൻഡ് ഇപ്പം എൻ്റെ ജീവിതം ഒരു കൂട്ടം മനുഷ്യൽ പാമ്പുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ 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 എഴഞ്ഞു പോകുന്നതാണ് ഇപ്പം എൻ്റെ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് എൻ്റെ ഈ 22 വയസ്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, ഡോണ്ട് ട്രസ്റ്റ് എവ്രി ബിച്ചസ് അറൗണ്ട് യു. കാരണം കൂടെ ഉള്ളത് ഏത് തരം പാമ്പാന്ന് നമുക്ക് ആദ്യമേ റിയലൈസ് ആവണം എന്നില്ല. ചിലപ്പോൾ ചേരിയായിരിക്കും, ചിലപ്പോൾ അണലിയായിരിക്കും, ചിലപ്പോൾ മൂർഖൻ അല്ലെങ്കിൽ രാജവെമ്പാല പോലുള്ള ഐറ്റംസ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ആദ്യമേ റിയലൈസ് ചെയ്യില്ല. റിയലൈസ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് വലിയൊരു കടി കിട്ടിയിട്ടുണ്ടാവും. സോ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ കിട്ടുന്ന കടിയുടെ ആഴം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഹോപ്പ് ഫോർ എ ഗുഡ് ഡേ. അപ്പോൾ ഓക്കെ, ബൈ.